നമസ്കാരം. ഇറാനിലെ അറാഖ് ആണവ കേന്ദ്രം ചുട്ടരിച്ചു. ഇസ്രായേലിന്റെ അഗ്നിപ്പടയിൽ ഇറാൻ വെന്തിരിഞ്ഞു. ഇറാനിലെ അറാഖ് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അത് കാര്യങ്ങൾ അതിരൂക്ഷമാക്കിയിരിക്കുന്നു എന്നതാണ്. ഈ സംഘർഷം ഇങ്ങനെ മൂർച്ഛിക്കുന്നത് ആഗോള ഇന്ധന വിപണിയൊക്കെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നുണ്ട്. പശ്ചിമേഷ്യൻ കനൽ പുകയുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ രണ്ട് വഴിക്ക് പോകുമോ എന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇനി ലോകത്തിന് അറിയാനുള്ളതും അതാണ്. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ മുന്നോട്ട് കയറുമ്പോൾ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഏപ്രിൽ 6 വരെ ആക്രമിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് നൽകിയ ഉറപ്പ് പാഴ്വാക്കാകുന്നു. അത് ലംഘിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങളിൽ അതൃപ്തരാണ് അമേരിക്ക. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രമായിട്ടുള്ള അറാഖ് ഉൾപ്പെടെ 2 ആണവ നിലയങ്ങൾക്കും 2 വൻകിട സ്റ്റീൽ പ്ലാന്റുകൾക്കും നേരെയായിരുന്നു ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഇറാന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ഏപ്രിൽ 6 വരെ നീട്ടിവെക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് അത്തരത്തിലൊരു ഉറപ്പ് നൽകിയത്. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ള ട്രംപ് പറഞ്ഞു വെച്ചതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. ഇതിനിടെയാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ ആണവ വികിരണം ഉണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം തന്നെ വന്നിട്ടുമില്ല. അതേസമയം ശക്തമായിട്ടുള്ള തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറഗാച്ചി വ്യക്തമാക്കുകയും ചെയ്തു. ഇവിടെ സൗദിയിലെ അമേരിക്കൻ കേന്ദ്രമായിട്ടുള്ള പ്രിൻസ് സുൽത്താൻ എയർബസ് ടാങ്കർ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമിടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ഈ നീക്കം എന്ന് പറയപ്പെടുന്ന യുദ്ധം കൂടുതൽ കടുപ്പിക്കുമോ എന്നുള്ള ആശങ്കയടക്കം ലോകത്ത് നിലനിൽക്കുകയാണ്. ഇറാനിലെ അറാഖ് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണവും അതിനെ തുടർന്ന് തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതും ആഗോള ഇന്ധന വിപണി കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന വാർത്തകൾക്കിടെയുണ്ടായിട്ടുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടി പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ എന്ന് പറയപ്പെടുന്ന കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതികളിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്ലാന്റിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. എങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആഗോളതലത്തിൽ പ്രതിവർഷം കടന്നുപോകുന്ന എണ്ണയുടെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുതിച്ചുയരുകയാണ്. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ പ്രകടമായി കഴിഞ്ഞു. ബ്രിട്ടനിലെ പ്രമുഖ ഇന്ധന റീറ്റെയിലർ ആയിട്ടുള്ള ആസ്ട്ര തങ്ങളുടെ പമ്പുകളിൽ പെട്രോൾ വിതരണം പരിമിതമാണ് എന്നുള്ള മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. ഡിമാൻഡ് വർദ്ധിച്ചതും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും കാരണം പലയിടങ്ങളിലും പമ്പുകൾ താൽക്കാലികമായിട്ട് അടച്ചിടേണ്ട സാഹചര്യം നിലവിലുണ്ട്. ലിറ്ററിന് 150 പെൻസിന് മുകളിലേക്ക് ഇന്ധനവില ഉയരുന്ന സാഹചര്യത്തിൽ കുടുംബ ബജറ്റുകളെ അടക്കം ചരക്ക് ഗതാഗതത്തെ അടക്കം ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ട് പോലും ഈ നീക്കങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഒരു വശത്ത് ട്രംപ് ഭരണകൂടം സമാധാന ചർച്ചകൾക്ക് ഊന്നൽ നൽകുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ നയതന്ത്ര മേഖലയിലെ വൈരുദ്ധ്യം തുറന്നുകാട്ടുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാൻ തങ്ങളുടെ ആണവ നിലയങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് എന്ന് ആവർത്തിക്കുമ്പോഴും ഇസ്രായേൽ ഇതിനെ തങ്ങളുടെ നിലനിൽപ്പിനെതിരെയുള്ള ഭീഷണിയായിട്ടാണ് കാണുന്നത്. ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ ഹോർമുസ് കടലിടുക്ക് ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നിരോധിച്ചതും മേഖലയിലെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ദീർഘകാലം നിലനിൽക്കുമെന്നുള്ള സൂചനകളാണ് ഇതിലൂടെ നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ധനക്ഷാമം നേരിടുന്ന രാജ്യങ്ങളിൽ ടാക്സി സർവീസുകളും മറ്റു ചരക്ക് നീക്കങ്ങളും അധിക നിരക്ക് ഈടാക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇതിലൂടെ. അതേസമയം ഇന്ധനവില വർധനവിനിടയിൽ സർക്കാരുകൾ നടത്തുന്ന നികുതി പിരിവിനെതിരെ വ്യാപാര പ്രമുഖർക്കിടയിൽ കടുത്ത പ്രതിഷേധമുയരുകയാണ്. ഇന്ധനവില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വർദ്ധിക്കുന്ന വാറ്റ് നികുതിയിലൂടെ ഖജനാവിലേക്ക് എത്തുന്ന അധിക വരുമാനം സാധാരണക്കാർക്ക് ആശ്വാസം നൽകാൻ ഉപയോഗിക്കണമെന്ന ആവശ്യം കൂടി ശക്തമാകുന്നു. ഇന്ധന നികുതി കുറയ്ക്കുവാനും വാറ്റ് നിരക്കിൽ ഇളവ് വരുത്തുവാനും തയ്യാറാകാത്ത സർക്കാർ നിലപാട് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൽ തുല്യമാണ് എന്നുള്ള വിമർശനമടക്കം ഇപ്പോൾ ആസ്റ്റ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ തലവന്മാർ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ ഇറാൻ പോര് കേവലം ഒരു പ്രാദേശിക യുദ്ധം എന്നതിലുപരി ആഗോള സാമ്പത്തിക ഭദ്രതയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിലൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ ഇന്ധന വിപണിയെ എപ്രകാരം ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇറാനിലെ അറാഖ് ആണവ കേന്ദ്രം ചുട്ടരിച്ച് മുന്നോട്ട് പോകുന്ന ഇസ്രായേലിനെ കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിന്റെ അഗ്നിപ്പടയിൽ ബന്ധിരിക്കുന്ന ഇറാനെയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ യുദ്ധം അവസാനിക്കുമെന്ന് പറയപ്പെടുന്ന അമേരിക്കൻ തന്ത്രങ്ങൾ
എവിടെയാണ് പിഴച്ചു പോകുന്നത് എന്നുള്ളതാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടൊരു യുദ്ധത്തിലേക്ക് എത്തപ്പെടുകയും ഇറാനെ മുൾമുനയിൽ നിർത്തുകയും ചെയ്തിട്ടും ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ, തിരിച്ചടികൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തലവേദനയാവുകയാണ്. പക്ഷേ ഇവിടെ ഇറാനിലെ ആണവ കേന്ദ്രത്തെ ചുട്ടരിക്കുവാൻ ഇസ്രായേൽ നടത്തിയ ശ്രമങ്ങളിൽ പക്ഷേ അസംതൃപ്തരാണ് അമേരിക്ക എന്നുള്ള കാര്യത്തിൽ സംശയവും തർക്കവുമില്ല.